ഒരിക്കലെങ്കിലും പോയിട്ടുള്ള സ്ഥലമാണല്ലോ ആശുപത്രി. ആശുപത്രിയിലെ ചില രസകര കാഴ്ചകളുമായി ഒരു സിനിമാറ്റിക് ബാലയാണ് അടുത്തത്. ഈ ബാലയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ ബാലയെ കാണാൻ നിങ്ങളെല്ലാവരും റെഡിയല്ലേ? പൊക്കിക്കൊണ്ട് വരുവാന്നേ ഡോക്ടറെ. ആ 8ാം വാർഡിൽ കിടക്കുന്ന രോഗി ഒരു തുള്ളി വെള്ളം കുടിക്കലട്ടാ. ഒട്ടും കുടിക്കില്ല. ഒരു തുള്ളി പോലും കുടിക്കല. എന്നാ കുറച്ച് ഉപ്പ് കൊടുക്ക്. അതെന്തിനാ? എടോ താൻ കേട്ടിട്ടില്ലേ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ആര്? സൂസമ്മേ. അവളല്ലേ ഇനിയാ വന്നത്. എവിടെ? തിരിച്ചു രോഗികളെ മരുന്ന് മാറി കുത്തി വെക്കും സൂസമ്മ. വരണുണ്ടേ സൂസമ്മ. ചിരിച്ചു രോഗികളുടെ മരുന്ന് മാറി കുത്തിവെക്കും സല്ലോ സൂസമ്മ. രോഗിയുടെ മരുന്ന് മൊത്തം കട്ടുവിട്ട് കാശു മാറി സല്ലോ സൂസമ്മ. കാശില്ലാത്ത രോഗികളെ കണ്ണുരുട്ടി കാട്ടും, കാശ് നൽകും രോഗികളെ കണ്ടിറുക്കി കാട്ടും. തകറായ വന്നാലും ഇവളെ കണ്ട തുള്ളിച്ചാടും ഇവളല്ലോ സൂസമ്മ. വന്നല്ലോ നേസമ്മ സൂസമ്മേ. എന്താ കുട്ട? ഡോക്ടർ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ഡോക്ടർ, നമുക്ക് റൗണ്ട്സിന് പോണ്ടേ? പോയേക്കാം. പാർക്കിലാണോ അതോ ബീച്ചിലാണോ? പാർക്കിലും ബീച്ചിലോ? നീ അല്ലയോ പറഞ്ഞത് നമുക്ക് കറങ്ങാൻ പോകാം? പിന്നെ വാർഡിൽ റൗണ്ട്സിന് പോകുന്ന കാര്യം പറഞ്ഞത്. ആ 5ാം വാർഡിൽ കിടന്ന ശേഖരന് ഓക്സിജൻ കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തായിരുന്നു. എന്നിട്ടാണോ ചരട് കുട്ടിയ പട്ടം പോലെ അവൻ ആ 5ാം വാർഡിൽ പറന്നു നടക്കുന്നത്? എന്നാ ഓക്സിജന് പകരം ഹൈഡ്രജൻ ആയിരിക്കും അവള് കൊടുത്തത്. കുറ്റി മാറിപ്പോയി ഡോക്ടർ. അയ്യോ, ഇതൊക്കെ എവിടുന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്നിരിക്കുന്നു? കുറ്റി അടിച്ചവൻ എല്ലാവരും ഇവിടെ നിൽക്കാതെ അവരെ പോയി പിടിച്ചോണ്ട് വരാൻ. എനിക്ക് വയ്യ പറന്ന് നടന്ന് ചികിത്സിക്കാൻ. ഓ കഷ്ടം, എന്നാ ചുമയായത്. എനിക്കിതൊന്നും കേക്കാൻ വയ്യേ. ഡോക്ടർക്കൊന്നും കേൾക്കാൻ മേലെന്നു. അയ്യോ, ഇടാ ചുമ കേട്ടിട്ട് സഹിക്കാൻ വയ്യെന്നാ പറഞ്ഞത്. സാറേ, ഇതാരാണെന്ന് അറിയാവോ? ആരാ? ഈ നാട്ടിലെ പേര് കേട്ട വില്ലനായിരുന്നു. വില്ലൻ. അപ്പൊ സംശയം വേണ്ട, അതാണ് വില്ലൻ ചുമ. ആയ കാലത്ത് എന്തോരം കൂട്ടുകാരുണ്ടായിരുന്നെന്ന് അറിയാമോ? കാശുള്ളപ്പോ കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ചുമക്കാൻ നേരം അവൻ മാത്രമല്ല ഉള്ളൂ. ഇവരെന്താ ഇവിടെ വന്നിരിക്കുന്നത്? വാണ്ടി സ്ഥലമില്ലയോ? പോയ എല്ലാരും പോയി വാണ്ടി കിടന്നേ. എടോ കമോണ്ടേ. യെസ് ഡോക്ടർ. എന്റെ പേഷ്യൻസ് ആയിരുന്നില്ലേ? ആ ഉണ്ട് ഡോക്ടർ. എന്നാ ഓരോരുത്തരായി കടത്തി വിട്. ടോക്കൺ നമ്പർ 1. നമസ്കാരം ഡോക്ടർ. ആ നമസ്കാരം, വരൂ. ഞാൻ ഡോക്ടർ ഒന്ന് കാണാൻ വന്നാണ്. കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഓ, ഞാൻ പ്രതീക്ഷിച്ച ഗ്ലാമറൊന്നുമില്ല. എന്റെ അസുഖം പറയണോ? അതെ ഡോക്ടർ, എന്റെ കാലില് ഒരു മുറിവുണ്ട്. ഞാൻ ചെയ്തെടുത്തുണ്ടോ? ആഹാ, അപ്പൊ ഡോക്ടർ ഡ്യൂട്ടി സമയത്തൊക്കെ കളിക്കോ? എന്ത്? അല്ല, ചീട്ടുണ്ടോന്ന് ചോദിച്ചേ. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? ഏത് സിനിമക്ക്? ഓ, ഞാൻ ചൂപ്പി ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? ആ, അതെടുത്തിട്ടുണ്ടല്ലോ. ആ, ഇന്നാ. ഓ മൈ ഗോഡ്. എന്തു പറ്റി ഡോക്ടറെ? താങ്കളുടെ കണ്ടീഷൻ ഭയങ്കര സീരിയസ് ആണ്. ഷുഗർ കുറവാണ്. ഷുഗർ 40. എവിടെ നോക്കട്ടെ? എന്റെ ഡോക്ടറെ, ഇത് ഷുഗർ 40 ഷുഗർ 40 വയസ്സ്. എന്റെ പേരാണത് ഡോക്ടറെ. പിന്നെ എനിക്ക് മൂത്രത്തിൽ കല്ലുണ്ടോന്നൊരു സംശയം. സൂക്ഷിക്കണം. പറ്റൂല. എന്ത്? അല്ല, മൂത്രത്തിൽ കല്ലൊന്നും സൂക്ഷിച്ചു നോക്കാൻ പറ്റൂല, അല്ലാണ്ട് എന്റെ ശരീരം മുഴുവൻ വേദനയാണ്. ഞാൻ പറഞ്ഞ മൂത്രത്തിൽ കല്ല് ശ്രദ്ധിക്കണം എന്നാണ്. ആ, അങ്ങനെ. ഞാനും ചെക്ക് ചെയ്യട്ടെ. ഓ മൈ ഗോഡ്. ഡോക്ടറെ? താങ്കൾ മരിച്ചിരിക്കുന്നു. എപ്പോ? അറിയിക്കണ്ടേ? അറിയിച്ചോളൂ. അനങ്ങളില്ല. ഡോക്ടറെ, ഈ സാധനം ചെവിയിലെടുത്ത് വെക്കും, എന്നിട്ട് നോക്കും. ആ, ഇപ്പൊ വർക്കിംഗ്. ഓ, ഞാനെങ്ങാനിപ്പോ വീട്ടില് ചരമ വായിച്ചിരുന്നെങ്കിലേ ചമ്മിപ്പോയെ. താങ്കളുടെ കാലിൽ മുറിവാണല്ലേ പ്രശ്നം. സിസ്റ്റർ, ഇയാളുടെ കാലിൽ മുറിവുണ്ട്, സ്റ്റിച്ച് ചെയ്യണം. അപ്പോ
മയക്കണ്ടേ? നീ അവനെ മയക്കണ്ട, അവൻ നിന്നെ മയക്കാണ്ട് നോക്കിയാ മതി. സോദര എന്തിനാ വേദന സഹിക്കണേ? മുട്ടത്തൈലം വാങ്ങിത്തെ ചോളിയിൽ വേഗം വേദനകൾ മാറും കേട്ടോളീൻ. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ? മുട്ടത്തൈലം വാങ്ങിത്തെ ചോളിയിൽ വേഗം വേദനകൾ മാറും കേട്ടോളീ. എന്റെ പൊന്നു ഡോക്ടറെ, എന്താണെന്ന് അറിയാൻ പാടില്ല, നമ്മുടെ വലതുകാലിന് ഭയങ്കര വേദനയാണ്. അത് ഈ പ്രായത്തിന്റെയാണ് കേട്ടാ. അപ്പൊ ഇടത്തേക്കാലിനും ഈ പ്രായം തന്നെയല്ലേ അതിനും വേദന വരണ്ടേ? എന്താണ്ടേ അല്ല, ഈ ആശുപത്രിയിലെ ചികിത്സ ഇപ്പൊ എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ എന്റെ ജോലി പോവും. അപ്പൊ നുണ പറഞ്ഞാലോ? എന്റെ ജീവൻ പോവും. അല്ലോ, എന്താ വേണ്ടെന്ന് താൻ തന്നെ തീരുമാനിച്ചോ? ഞാൻ ഈ കൊച്ചായിട്ട് സംസാരിച്ചോളാം. മോളെ സിസ്റ്ററെ, ആ പഞ്ഞിക്കൈ വെച്ചത് ഇക്കടി നടുവിന്റെ അവിടെ ഒന്ന് പിടിച്ച തീരെ വയ്യ, വല്ലാത്ത ഇടങ്ങേറാണ് പൊന്നു മോളെ. എന്താ അസുഖം? എന്താ അസുഖം? യാസമുട്ട് സൈക്കനില്ല നെയ്തേ, അല്ല യാസമുട്ട് സൈക്കാൻ മേലെ നെയ്തേ. ഒന്ന് വന്നേച്ചു പോ, ചങ്കിന്റെ അകത്ത് ഇതെന്ത് വേദന, ഒന്ന് നോക്കിച്ചു പോ. അച്ചരയ്ക്ക് ഒറ്റ മൂലിത നല്ല വിറ്റാമിന. അല്ല നമ്മുടെ അല്ല തുള്ളമഴ ആരോടൊക്കെ തുള്ളിപ്പോണത് അറിയില്ലേ? ഇവിടെ തുള്ളി മരുന്നുണ്ടാക്കുന്ന ആളാ പോണത്. ആരാ? ഞാനൊരു പണി, അയാളുടെ അടുത്ത് ഒരു മരുന്ന് തരും, അത് ശരിക്കും അങ്ങോട്ട് കുലിക്കേറ്റ് അങ്ങോട്ട് കഴിച്ചാ മതി. മതിയല്ലേ? ഓക്കെ. ഡോക്ടറെ, എന്താടോ? അടുത്ത പേഷ്യന്റ് ആരാന്നറിയാമോ? ആരാ? മറ്റേ ഫാസിലിന്റെ സിനിമ ആവേശില്ലേ? ആ സിനിമ കണ്ട ആവേശം കയറി ഗുണ്ടയായി മാറിയ ആളാണ്. ആഹാ, വരാൻ പറ. എടാ മോനെ, ഡോക്ടറെ, ഭയങ്കര ചൊറിച്ചില്. എന്നെ കണ്ടിട്ടാണോ? അല്ല, വേറായിട്ട് ഭയങ്കര ചൊറിച്ചില്. ദൈവത്തിന്റെ സ്വർണം പോലും ചെമ്പാകുന്ന കാലമാണിത്. കൂടെയുള്ളവരെ സൂക്ഷിച്ചോ. അമ്പാൻ ശ്രദ്ധിക്കുന്നുണ്ട് ആശാനേ. കമാൻഡർ, നെക്സ്റ്റ് പേഷ്യന്റ്. ഡോക്ടറെ, എനിക്ക് നല്ല പനിയുണ്ട്, തലവേദനയുമുണ്ട്. തലവേദന മാത്രമേ ഉള്ളൂ, ശ്രദ്ധിക്കാൻ വരുന്നുണ്ടോ? ഞാൻ വന്നില്ല, ഡോക്ടർ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ തടയിത്തരാം. ഓ, ഞാൻ ചോദിച്ചത് ഛർദിനുണ്ടോന്നാണ്. അതില്ല. തന്റെ ഗ്രൂപ്പ് ഏതാ? ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഡോക്ടറെ. എന്ത്? വാട്സാപ്പ് ഗ്രൂപ്പ് അല്ലേ ഉദ്ദേശിച്ചത്? ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചത് ബ്ലഡ് ഗ്രൂപ്പാണ്. അതറിയില്ല. എന്നാ അതൊന്ന് ചെക്ക് ചെയ്യണം. സിസ്റ്റർ നീലി. കിളിയേ കിളിയേ മണി മണി ഒരു മൊബൈൽ ഫോൺ ഉണ്ടോ കയ്യിൽ? ഒരു ഡ്രസ് ഓർഡർ ചെയ്യാനാ. ഡോക്ടറെ, ഇത് നീലിയാണോ അല്ലെങ്കിൽ ബലൂണാണോ? സിസ്റ്ററെ, ബ്ലഡ് എടുക്കാൻ സിറിഞ്ച് വേണ്ടേ? സിറിഞ്ചൊന്നും വേണ്ട, എന്റെ കൂടെ വന്നാൽ മതി, ഞാൻ എടുത്തോളാം. അങ്ങനെ അവന്റെ കാര്യത്തിലൊരു തീരുമാനമായി. A few moments later. ദൈവമേ, ഇപ്പൊ അവളുടെ കാര്യത്തിലാണോ തീരുമാനമായത്? അങ്ങനെ കല്യങ്കാട്ട് നീര് കളങ്കാവ് നീരായി. ആ ഡോക്ടറല്ലേ പറഞ്ഞത് കുപ്പിയിലുള്ള മരുന്ന് കുലുക്കിയിട്ട് കുടിക്കണോന്ന്? അതിന് താൻ കിടന്ന് തുള്ളണതിനാണ്. ഞാനത് കുലുക്കാൻ പറഞ്ഞു, ഇപ്പൊ കുടിച്ചേക്കല്ലേ, ഇങ്ങനെ കിടന്ന് കാണിക്കുമ്പോ കുലുങ്ങിക്കോളൂല്ല. ഡോക്ടറെ, അടുത്ത പേഷ്യന്റിലെ ഒരു ഫുഡ് ബ്ലോഗറാണ്. എന്നാ വിളിക്കൂ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹോസ്പിറ്റലിലാണ്, ഡോക്ടറിനെ കാണാനാണ്. എന്ത് അപ്ലോഡ് ചെയ്താലും ഉടൻ തന്നെ ഡൗൺലോഡ് ആയി പോകുന്നു ഗായ്സ്. ഇടയ്ക്കിടയ്ക്ക് പലതരം റിംഗ് ടോണുകളും കേൾക്കുന്നു ഗായ്സ്.
അപ്പൊ നമുക്ക് ഡോക്ടറിനെ കാണാം. ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡോക്ടർ, നമുക്കൊരു റീൽസ് ചെയ്താലോ? അറിയാതെ തനിക്ക് എന്താ പറ്റിയെന്ന് പറ. ഡോക്ടറെ ഡോക്ടറെ വയറ്റിൽ വേദന ഡോക്ടറെ, വയറും നിറച്ചു ഉണ്ടു കഴിഞ്ഞാൽ വയറ്റിൽ വേദന ഡോക്ടറെ. പരിപ്പലത്തി കഴിക്കാനിടങ്ങേറ്, വയറുകറി കൂട്ടിയാലിടങ്ങേറ്, കിടറുകറി തിന്നാലിടങ്ങേറ്, ഡോക്ടറെ ഇതെന്തൊരു അത് ശരി, വയറുവേദനയാണല്ലേ? ആട്ടെ, ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? പിന്നെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് ഡോക്ടർ കല്യാണത്തിന് പോയേക്കേ. കാലുമാട ഇവിടെ വന്ന കാര്യമല്ല, വയറുവേദന വന്നിട്ടുണ്ടാണ്. പിന്നെ വയറുവേദന വന്നിട്ടുണ്ട്. എടോ, മനസ്സിന് ഇഷ്ടപ്പെടാതെ താമ്പല്ലതും കഴിച്ചോന്ന്. പിന്നെ 5 വർഷം മുമ്പ് ഞാനൊരു കല്യാണം കഴിച്ചു. എന്തായാലും വേണ്ടില്ല, തനിക്ക് അടിയന്തരമായിട്ടൊരു ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ കഴിഞ്ഞ പോലെ ഡോക്ടറെ. എന്ത് അടിയന്തരം? പിന്നെ ഓപ്പറേഷൻ 25,000 രൂപയുടെ ചെലവുണ്ട്. ഒരു കുഞ്ഞിക്കാട്ടിന് ഓപ്പറേഷൻ 25,000 രൂപയുടെ ആവശ്യമുണ്ടോ? എനിക്കിപ്പോ 25,000 രൂപയുടെ ആവശ്യമുണ്ട്. എന്തെങ്കിലും ഒന്ന് കുറക്കാൻ പറ്റുമോ? ഓക്കെ, പോസ്റ്റ്മോർട്ടത്തിന്റെ പൈസ തരണ്ട. അങ്ങനെ നേരത്തെ നേർന്ന് കിട്ടിയ ഓപ്പറേഷൻ ഫിക്സ്. അയ്യോ, അങ്ങനെ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയിൽ നിന്നും ഒരെണ്ണം കൂടി കുറഞ്ഞു, അല്ലേ സിസ്റ്റർ? ഡോക്ടറിന്റെ ഉള്ളത് കേട്ടില്ല. ഈ രോഗികളൊക്കെ ഇങ്ങനെ വന്നു നിൽക്കുമ്പോഴാണ് അങ്ങനെ സിനിമയ്ക്ക് പോകുന്നത്. എടോ, ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് നീ മര്യാദയ്ക്ക് വരണ്ട. ഇവിടെ തന്നെ ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോയതല്ലേ? അതെ. പിന്നെ താൻ എങ്ങോട്ടാ ഓടിപ്പോണത്? എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ എടുത്തപ്പോ ആ നഴ്സുമാര് പറയുവാ, പേടിക്കണ്ട, ആദ്യമായിട്ടല്ലേ, ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ട് ഇരിക്കട്ടെ, ഞങ്ങളൊക്കെ ഇല്ലേന്ന്. എടോ, അത് ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാ രോഗികളോടും ഇവിടുത്തെ സിസ്റ്റർമാര് പറയണതാ. ഇതൊന്നും എന്നോടല്ല പറഞ്ഞത്. പിന്നെ എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വന്ന ഡോക്ടറോടാ പറഞ്ഞത്. കാലന്മാര് പിറ്റാൻ പുറകെ വന്നേ. പീതാംബരൻ സാറേ, അവന് ഭ്രാന്താണ്. തിങ്കളാഴ്ച